അദ്ധ്യായം 13 വെള്ളയ്ക്ക. നഷ്ടപ്പെട്ടുപോയ സമയങ്ങളെപ്പറ്റി വിഷാദിക്കരുത്. സ്വയം ഉരുകുന്ന ഒരു മെഴുകുതിരിയായി ഉരുകുവാൻ ഇനിമുതൽ തയ്യാറെടുക്കുക. മുൻ ജീവിത പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് അപരന് ജീവൻ നൽകുവാനും സ്നേഹം പകരുവാനും ശ്രമിക്കുക. പലർക്കും തഴക്കദോഷങ്ങളെ വിട്ടൊഴിയുവാൻ വളരെ പ്രയാസമാണ്. ഒരു കഥ പറയാം. ഓരോ പറമ്പും കയറിയിറങ്ങി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പറമ്പിൽ തേങ്ങയിടുകയായിരുന്നു. ഈ കുരങ്ങൻ കിട്ടുന്ന വെള്ളയ്ക്ക എടുത്ത് ഒരിടത്ത് കൊണ്ടുവയ്ക്കുവാൻ തുടങ്ങി. ഒരു വെള്ളയ്ക്കയുടെ ഉള്ളിൽ കയ്യ് അത് ഇടയ്ക്കെടുത്തു നക്കുകയും ചെയ്യും. തെങ്ങുകയറുന്നവനും ഉടമസ്ഥനും അവനെ ഓടിക്കുവാൻ തുടങ്ങി. കുറെ കല്ലേറ് കിട്ടി. അവന് ഈ ആക്രമങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാം. ആ വെള്ളയ്ക്ക താഴെയിട്ടാൽ മതി. കയ്യും കാലും സ്വതന്ത്രമായാൽ അവന് ഓടി രക്ഷപ്പെടാവുന്നതേയുള്ളൂ. പക്ഷേ എന്തൊക്കെ സഹിച്ചാലും അവൻ വെള്ളയ്ക്ക വിട്ടില്ല. ഇതുപോലെയാണ് നമ്മൾ വെള്ളയ്ക്ക പോലെ ഓരോ തഴക്കദോഷങ്ങൾ കെട്ടിപ്പിടിച്ച് ജീവിക്കും. അവന് സ്വതന്ത്രനായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ പരിഹാസത്തിനും അവഹേളനത്തിനും എല്ലാം അവൻ അടിമയാകുന്നു. സ്വർഗവാതിലും അടയുന്നു. എന്തിനുവേണ്ടി? നിസാരം ഈ വെള്ളയ്ക്കയ്ക്കു വേണ്ടി. വെള്ളയ്ക്കയുടെ ഉള്ളിൽ കൈയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നക്കാൻ, ആസ്വദിക്കുവാൻ, നുണയുവാൻ. എന്നിട്ട് മനസ്സിന് ഈ കൂട്ടർക്ക് വല്ല സമാധാനവും ലഭിക്കുന്നുണ്ടോ? ഈ കുരങ്ങിനെപ്പോലെ ബുദ്ധിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ കൈകളിലും കാലുകളിലും തൂക്കിയിട്ടിരിക്കുന്ന വെള്ളയ്ക്കകൾ വലിച്ചെറിഞ്ഞ് സ്വതന്ത്രരായി ദൈവത്തിലോട്ട് ഓടുവിൻ, അണയുവിൻ. എസെക്കിയൽ 20:16-20. മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കൂടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയോ അരുത്. അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെത്തന്നെ അശുദ്ധമാക്കരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരു അടയാളമായി എന്റെ സാബത്തുകൾ നിങ്ങൾ വിശുദ്ധമായി ആചരിക്കുക.